ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് ആയിൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എങ്ങനെ നേടാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു സാമ്പത്തികമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള ആഗ്രഹങ്ങൾ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ റീഡിങ്ങിൽ നമ്മൾ നോക്കുന്നത്. തമ്മിൽ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ 3 ഡെക്കുകൾ ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു മീഡിയം ഉപയോഗിച്ച് നിങ്ങളുടെ ഗ്രൂപ്പ് ഇൻഡ്യൂറ്റീവ്ലി സെലക്ട് ചെയ്യുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങൾ മാത്രം സ്വീകരിക്കാം. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കാണ്. നിങ്ങളിവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂറ്റീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ തമ്മിലിത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തതെങ്കിൽ നിങ്ങൾക്കുള്ള റീഡിംഗ് നമുക്ക് നോക്കാം. ഓക്കെ, ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് അവരുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യമേ തന്നെ ആ ഒരു കൺട്രോളിങ് ടെൻഡൻസി വിട്ട് കളയാൻ പറയുന്നു. ഓക്കെ, യൂണിവേഴ്സിനോട് നിങ്ങൾ മാക്സിമം ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആയിരിക്കുക. യൂണിവേഴ്സ് എങ്ങനെയാണോ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, ആ രീതിയിൽ അത് നടക്കുന്നതിന് നിങ്ങൾ അനുവദിക്കണം. അവിടെ നിങ്ങൾ ഒരു തരത്തിൽ അത് നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് എന്ന് പറയുന്നു. പിന്നെ വീണ്ടും പറയുന്നത് മാറ്റങ്ങൾ നിങ്ങൾ ഈ ഒരു സാമ്പത്തിക ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടക്കുന്നതിനായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, നിങ്ങളെന്ന വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അപ്പൊ യൂണിവേഴ്സ് അത്തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരും. ഓക്കെ, പല അനുഭവങ്ങളിലൂടെ ട്രാൻസ്ഫോർമേഷൻസ് നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ മാറ്റങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങൾ അവിടെ എനിക്ക് ഇങ്ങനെ മാറാൻ പറ്റില്ല അല്ലെങ്കിൽ ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ ഒരു അനാവശ്യമായിട്ടുള്ള വാശികൾ കാണിക്കരുത്. ഓക്കെ, അപ്പൊ എന്റെ ആഗ്രഹം ഇതാണ്, അതിന് എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ മറിയണോ അത് മാറുന്നതിന് ഞാൻ, അല്ലെങ്കിൽ ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നതിന് ഞാൻ തയ്യാറാണ് എന്നാണ് നിങ്ങൾ യൂണിവേഴ്സിനെ അറിയിക്കേണ്ടത്. അങ്ങനെയാണ് നിങ്ങൾ ആയിരിക്കേണ്ടത്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് എന്താ പറയണ്ടേ, ഈ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് അതൊരിക്കലും എന്താ പറയുക, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത മാറ്റങ്ങളായിരിക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്ന, നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ അതിന് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് യൂണിവേഴ്സ് കൊണ്ടുവരിക. അത് യൂണിവേഴ്സിന് അറിയാലോ നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ ഒരു ലൈഫിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാം. അപ്പൊ അതനുസരിച്ചിട്ടാണ് മാറ്റങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അത് നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് ഉയരണം, ഏത് തരത്തിൽ ഉയരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ രീതിയിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അത് ഒരു തരത്തിലുള്ള സംശയങ്ങൾ പാടില്ല. അതിനെ എതിർക്കാൻ, അതിനെ നിയന്ത്രിക്കാനും നിങ്ങൾ ശ്രമിക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പണമായിട്ടുള്ള നെഗറ്റീവ് റിലേഷൻ എന്ന് കാണുന്നു, ടോക്സിക് എനർജി കാണുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പൊ കയ്യിൽ പണം വരുമ്പോൾ അതിനെ ഇങ്ങനെ ചെലവാക്കാതെ എടുത്തു വെക്കാൻ ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം പറയുകയാണെങ്കിൽ കയ്യിൽ പൈസ വരുമ്പോൾ ഒരു 100 രൂപ 200 രൂപയുടെ ചെലവ് ചെയ്യാം, അങ്ങനത്തെ ഒരു ടെൻഡൻസി. ഓക്കെ, ഇത് രണ്ടും ദോഷമാണ്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് പൈസ നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ചെലവുകളുണ്ട് ഇല്ലേ, നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് നടത്തുന്നതിന് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യാം. നമ്മളത് കയ്യിലിങ്ങനെ മുറുകെ പിടിച്ച് ഞാൻ ഒരു ചെലവും ചെയ്യില്ല എന്നിട്ട് പണ്ടത്തെക്കാളും ദാരിദ്ര്യാവസ്ഥയിൽ ജീവിക്കാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിനോട് എന്താ പറയണെന്ന് വെച്ചാൽ, ഇതിനും കൂടുതൽ പണം എൻ്റെ ജീവിതത്തിലേക്ക് ഇനി വരാൻ പോണില്ല, അതിനുള്ള ഒരു അതിനും കൂടുതൽ പണം ഞാൻ അർഹിക്കുന്നില്ല, അതാണ് നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുന്നത്. ഓക്കെ, അങ്ങനെ സംഭവിക്കാൻ പോണില്ല. അപ്പൊ ഈ കിട്ടിയ പണം കൊണ്ട് വേണം ഞാൻ അങ്ങോട്ട് ജീവിക്കാൻ, അതുകൊണ്ടാണ് ഞാൻ പിശുക്കുന്നത്. ഇതാണ് നിങ്ങൾ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ്. അപ്പോൾ യൂണിവേഴ്സ് പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നാണ് വിചാരിക്കുക. യൂണിവേഴ്സ് ഒരിക്കലും നോ പറയില്ല. ഓക്കെ, യൂണിവേഴ്സ് എപ്പോഴും യെസ് എന്നാണ് പറയാ, അല്ലെങ്കിൽ സംതിങ് ബെറ്റർ എന്നാണ് പറയാ. ഓക്കെ, ഒരിക്കലും നോ എന്ന് പറയില്ല. അപ്പൊ നിങ്ങളുടെ എനർജി അനുസരിച്ചാണ് യൂണിവേഴ്സ് റെസ്പോണ്ട് ചെയ്യുക. നിങ്ങളിതിങ്ങനെ പിശുക്കി പിടിച്ച് ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അങ്ങനെ തന്നെ ജീവിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ പിന്നെ ഉണ്ടാകുക. അതേസമയം നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്, ഇപ്പൊ ഒരു ചെലവ് വന്നു, അത് നിങ്ങൾക്ക് ഇപ്പൊ അഫോർഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നോക്കുക. അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അവിടെ അയ്യോ എന്തോരം ചെലവാകുന്നേ, എന്തോരം പൈസ ചെലവാക്കണം, അങ്ങനത്തെ ആശങ്കകൾ പാടില്ല. ഓക്കെ, അത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയാണ്, അത് പാടില്ല, അത് മാറ്റണം എന്ന് പറയുന്നു. അതിൽ നിന്ന് നിങ്ങളോട്
ഒരു സ്വാതന്ത്ര്യം നേടാൻ പറയേണ്ടത്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു രീതി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യേണ്ടതാണ്. അതുപോലെ രണ്ടാമത്തെ പറഞ്ഞ കേസ്, പൈസ ഇങ്ങനെ കണക്കില്ലാതെ ചെലവാക്കുക, കടം വാങ്ങിച്ചിട്ടായാലും ജീവിക്കുക, അതും നല്ലതല്ല. ഓക്കെ, എത്ര പൈസ കിട്ടിയാലും അപ്പൊ നിങ്ങൾക്ക് പോരാണ്ട് വരും. അപ്പൊ അതും ഒരു നല്ല രീതിയല്ല. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ടെൻഡൻസി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഒരു രീതി നിങ്ങൾ ഒഴിവാക്കണം. ഓക്കെ, പണത്തിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി നിങ്ങൾ ഒഴിവാക്കാൻ പറയുന്നു. പിന്നെ നിങ്ങൾക്ക് പണം വരുമ്പോൾ, ഓരോ രീതിയിൽ നിങ്ങൾക്ക് പണം ലഭിക്കുമ്പോൾ, അത് നിങ്ങളുടെ വരുമാനം ലഭിക്കുമ്പോഴായിക്കോട്ടെ, നിങ്ങൾക്കുള്ള ജോലിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു സമ്മാനം പോലെ പൈസ തരിക, ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ലോട്ടറി നിന്ന് ഒരുപാട് പൈസ ആയിരിക്കില്ല, എന്നാലും ചിലപ്പോൾ പണം കിട്ടുക, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയാൻ മറക്കരുത് എന്ന് പറയുന്നു. എന്നിട്ട് വാ, ഇത്രയല്ലേ കിട്ടിയുള്ളൂ, ഇതല്ലേ ഇപ്പൊ തന്നേ, ഇങ്ങനെ പാടില്ല. ഓക്കെ, അതിലൊരു സാറ്റിസ്ഫാക്ഷൻ, നിങ്ങൾ ഒരു തരത്തിൽ സാറ്റിസ്ഫൈഡ് ആകില്ല എന്നാണ് യൂണിവേഴ്സിനോട് പറയുന്നത്. എത്ര കിട്ടിയാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആവില്ല, എനിക്ക് ഇനിയും വേണം ഇനിയും വേണം, അങ്ങനത്തെ ഒരു ടെൻഡൻസി, അതും ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയല്ല. അപ്പൊ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ സാലറി കിട്ടുമ്പോൾ എല്ലാ മാസവും കിട്ടുന്നതാണ് ശരി, പക്ഷേ ആ സാലറി കിട്ടുമ്പോഴാണ് നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ചെലവ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. ആ പൈസ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എത്രയോ പേർക്ക് ജോലി ഇല്ലാതെ, ഒരു ശമ്പളം ഇല്ലാതെ ജീവിക്കുന്നുണ്ട്. അവരെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ വളരെ നല്ലൊരു പൊസിഷനിലാണ്. അപ്പൊ ആ സാലറി കിട്ടുമ്പോൾ യൂണിവേഴ്സിനോട് നന്ദി പറയാം. ഒരു മുടക്കില്ലാതെ, ഒരു കാലതാമസം ഇല്ലാതെ നിങ്ങൾക്ക് സാലറി കിട്ടിയതിന് യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. അതുപോലെ ഒരു പൈസ ചെലവാക്കുമ്പോഴും, എനിക്ക് ഈ വസ്തു വാങ്ങുന്നതിന്, എനിക്ക് ആവശ്യമായ വസ്തു വാങ്ങുന്നതിന് പൈസ ചെലവാക്കാൻ എന്നിൽ ഉണ്ടായി, എൻ്റെ കയ്യിൽ അത് ഉണ്ടായി, അത് നൽകിയതിന് യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. അങ്ങനെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പണം ചെലവാക്കുമ്പോഴും പണം ലഭിക്കുമ്പോഴും നിങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, ആ കിട്ടുന്ന പൈസയിൽ നിങ്ങൾക്ക് സംതൃപ്തി കണ്ടെത്താൻ പറ്റണം. ഇപ്പോൾ ലോട്ടറി പറഞ്ഞ പോലെ, നിങ്ങൾ ഒരു ആഗ്രഹിച്ച അത്രയും പൈസ ആവില്ല, പക്ഷെ എന്നാലും കിട്ടിയല്ലോ. എത്രയോ പേര് ആ ലോട്ടറി എടുത്തിട്ടുണ്ടാവും, അതിൽ നിങ്ങൾക്ക് ആ പൈസ കിട്ടുക എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു അനുഗ്രഹമാണ്. അപ്പൊ അവിടെ യൂണിവേഴ്സിനോട് നന്ദി പറയാം. എത്ര കിട്ടിയാലും അതിലൊരു പുച്ഛഭാവം, അല്ലെങ്കിൽ ഇതല്ല അപ്പടി കിട്ടിയത്, അല്ലെങ്കിൽ എന്നെ തമാശ പോലെ ചില പറയും, ലോറി കൊണ്ടുപോകണം, അത്രയും പൈസയുണ്ട്, അതായത് വളരെ കുറവായിരിക്കും, അപ്പൊ പക്ഷെ പറയുമ്പോ ലോറി കൊണ്ടുപോയിട്ട് വേണം ആ പൈസ കൊണ്ടുവരാൻ എന്നൊക്കെ ഇങ്ങനെ പറയും. അതും നല്ലൊരു രീതിയല്ല. കിട്ടുന്ന പൈസയിൽ നമ്മൾ സന്തോഷിക്കണം, നന്ദി പറയണം. ഓക്കെ, ആ ഒരു പൈസ കൊണ്ട് നമ്മൾ സംതൃപ്തിയും കണ്ടെത്താൻ ശ്രമിക്കണം. അതിനർത്ഥം നിങ്ങൾ ആ പൈസയിൽ തന്നെ ജീവിച്ചു പോകുന്നല്ല, സാമ്പത്തികമായിട്ട് നിങ്ങൾ ഒരുപാട് ഉയരും. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ എനർജിയിൽ ഒരു ഷിഫ്റ്റ്, പോസിറ്റീവ് ഷിഫ്റ്റ് ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാകണം. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പൈസ നിങ്ങൾക്ക് അർഹതയുള്ളതാണ് എന്നുള്ള ഒരു ബോധ്യം, ആ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. നിങ്ങൾ അർഹിക്കാത്തതാണ് ആഗ്രഹിക്കുന്നത് എന്നൊരു ചിന്ത ഒരിക്കൽ പോലും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവരുത്. സാമ്പത്തിക ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ എനിക്ക് കിട്ടാനൊന്നും പോകുന്നില്ല, അങ്ങനത്തെ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഒരിക്കലും വരാനായിട്ട് പാടില്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പണം ഉണ്ടാകുമ്പോൾ ആ പണം കൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും സന്തോഷം തരുന്ന തരത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കളോ എന്തെങ്കിലും കാര്യങ്ങളോ ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാകുമ്പോൾ അത് ഉപയോഗിക്കുക. എന്താ വെച്ചാൽ അത് ചെയ്യുമ്പോൾ, ആ പൈസ ചെലവാക്കി ആ ഒരു കാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു വസ്തു വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിൽ സന്തോഷം ഉണ്ടാവുന്നത്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സന്തോഷം ഉണ്ടാവുന്നത് അല്ലേ. അവിടെ ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് നിങ്ങൾ ആയിരിക്കേണ്ടത്. അതും ഇതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് ഒരുപാട് സഹായിക്കും. പിന്നെ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളോട് അതാ പറയണേ, എപ്പോ നടക്കും, എങ്ങനെ നടക്കും, എങ്ങനെ കിട്ടാനാ, അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടല്ല നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് തോന്നുന്ന മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചൂസ് ചെയ്യാം. പക്ഷെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്ത എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഞാൻ ആഗ്രഹിക്കുന്ന പണം, ഞാൻ ആഗ്രഹിക്കുന്ന സാമ്പത്തിക സ്ഥിതി അതെനിക്ക് എന്തായാലും ലഭിച്ചിരിക്കും. അതെങ്ങനെ എപ്പോഴെന്നുള്ളതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിനാണ് യൂണിവേഴ്സ് ഉള്ളത്. ഓക്കെ, അപ്പൊ യൂണിവേഴ്സിനോട് പറയാം, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്ന സാമ്പത്തിക സ്ഥിതി, ഈ സ്ഥിതി അല്ലെങ്കിൽ ഇതിനേക്കാൾ മികച്ച ഒരു സാമ്പത്തിക സ്ഥിതി നൽകി എന്നെ അനുഗ്രഹിക്കണം. അതെങ്ങനെ എപ്പോൾ കൊണ്ടുവരുന്നു എന്നുള്ളതൊക്കെ ഞാൻ യൂണിവേഴ്സിൽ സമർപ്പിക്കുകയാണ്. എൻ്റെ ഈ ആഗ്രഹത്തിനെയും ഞാൻ യൂണിവേഴ്സിൽ സമർപ്പിക്കുന്നു. യൂണിവേഴ്സിനോട് നന്ദി പറയാം. അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള മാറ്റങ്ങളും കൊണ്ടുവരിക. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ടേ, സ്പിരിച്വലി കൂടുതൽ കണക്റ്റഡ് ആകാനായിട്ട് ശ്രമിക്കുക. യൂണിവേഴ്സുമായിട്ട് സ്പിരിച്വലി കൂടുതൽ കണക്റ്റഡ് ആകുക. അപ്പോൾ ആ മാനിഫെസ്റ്റേഷനെ കുറിച്ച്, സ്പിരിച്വാലിറ്റിയെ കുറിച്ച്, സ്പിരിച്വൽ പ്രാക്ടീസസിനെ കുറിച്ചൊക്കെ പഠിക്കുക. അങ്ങനെ ആകുമ്പോൾ തന്നെ ഈ പണത്തിനെ എങ്ങനെ ഈ സ്പിരിച്വലി ആ പണവുമായിട്ടുള്ള എനർജറ്റിക്കൽ കണക്ഷൻ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ചില അറിവുകൾ അല്ലെങ്കിൽ ചില കാഴ്ചപ്പാട് പണത്തിനെ സംബന്ധിച്ച് ഉണ്ടാകുന്നത് നമ്മുടെ മാറും സ്പിരിച്വാലിറ്റിയിലൂടെ നമ്മൾ ഈ കാര്യങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ.
അപ്പൊ അതും വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് കൂടെ നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പറഞ്ഞ ഗൈഡൻസുകൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ ഇതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇത് കൺസിസ്റ്റന്റ് ആയി ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ യാഥാർത്ഥ്യമായിട്ട് മാറുന്നതാണ്. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകാന്ത ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പ്രീ റെക്കോർഡഡ് റീഡിങ്ങോ അല്ലെങ്കിൽ ലൈവ് സെഷനോ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഓരോ ആഴ്ചയും നമ്മൾ ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്, ഡിസ്കൗണ്ടും ഓഫറുകളും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഒന്നില്ലെങ്കിൽ വാട്സപ്പിൽ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഓഫേഴ്സ് ഒക്കെ വരുമ്പോൾ, പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി അറിയാനും സാധിക്കും, നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താനും സാധിക്കും. ഓക്കെ, മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 2. അപ്പൊ നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടുന്നതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യമേ നിങ്ങളോട് പറയുന്നത് ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിക്കുക. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു അവസരങ്ങൾ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉയർത്തുന്നതിന് വേണ്ടി പല അവസരങ്ങളും നിങ്ങളോട് പ്രതീക്ഷിക്കാത്ത നേരത്തെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ടാകും. ഓക്കെ, അപ്പൊ അതിനെ മുൻവിധിയോടെ കാണാതെ ആ ഒരു ഓപ്പർച്യൂണിറ്റീസ്, ആ വരുന്ന അവസരങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. അതെങ്ങനെയാണ്, അത് ലെജിറ്റ് ആണോ നല്ലതാണോ എന്നൊക്കെ നോക്കി നിങ്ങൾക്ക് അതിലൊന്ന് പരീക്ഷിക്കാവുന്നതാണ്, ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എന്നിലേക്ക് പണം വരണം എന്നൊരു പിടിവാശി പാടില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അതിനേക്കാൾ എളുപ്പമുള്ള ഒരു മാർഗം ഉണ്ടാവും. അതിലൂടെയാവും യൂണിവേഴ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സാമ്പത്തിക ഉയർച്ച നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് നിങ്ങൾ അനുവദിക്കണം. മാത്രമല്ല അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾ അത് ഉപയോഗിക്കാനും തയ്യാറാകണം. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് കാണുന്നത്. ഓക്കെ, വളരെയധികം ഓവർ തിങ്ക് ചെയ്യാണ്. ഇങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോൾ ഡെഫിനറ്റ്ലി അത് ലെജിറ്റ് ആണോ അല്ലയോ നമ്മൾ നോക്കണം. പക്ഷേ നമുക്ക് ഇങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ലെജിറ്റ് ആയിട്ടുള്ള അവസരങ്ങൾ തന്നെയാണ്, പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. എന്നാൽ പോലും അത് നടന്നില്ലെങ്കിലോ, വെറുതെ കുറെ എഫേർട്ട് എടുക്കുകയാണ്, നടന്നില്ലെങ്കിൽ, അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, എങ്ങനെയൊക്കെ നടക്കാതിരിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ പോകും എന്നതിനെ സംബന്ധിച്ചിട്ടാണ് നിങ്ങൾ കൂടുതലും ചിന്തിക്കുക. ഓക്കെ, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്, എന്താ പറയുക, ലെജിറ്റ് ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു ഓഫർ തന്നെയാണ്, ഇത് ഉപയോഗിച്ച് നോക്കാം, ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഗുണം ഉണ്ടാവും, ഇതിൽ നിന്ന് എനിക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവും, അങ്ങനെയല്ല ചിന്തിക്കണേ. വളരെ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കണേ. ഇതൊന്നും അധിക നാൾ നിൽക്കില്ല, ഇതിങ്ങനെയൊന്നും പൈസ ഉണ്ടാക്കാൻ പറ്റില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്, ഇങ്ങനെ കുറെ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവസരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അത് പാടില്ല. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഭാവിയിൽ ഇതുപോലെ ഒരു അവസരം ഇനി വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനത്തെ ചിന്തകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പൊ യൂണിവേഴ്സ് മുന്നേ കൂട്ടി പറയണം അത് പാടില്ല. അത് നിങ്ങളുടെ ഒരു എന്താ പറയാ, അത് നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്ത് നിൽക്കുന്ന അവസരമായിരിക്കും മിക്കപ്പോഴും. നിങ്ങൾ ചെയ്ത് ശീലിച്ചിട്ടില്ലാത്തൊരു കാര്യം, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രെയിൻ ആ ഒരു കംഫർട്ട് സോണിന് പുറത്ത് കിടക്കുന്നതിന് നിങ്ങളെ തടയും. അതിനാണ് ഇങ്ങനത്തെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിറയ്ക്കുന്നത്. അപ്പൊ അതിൽ വീണ് പോകാതിരിക്കുക. ഓക്കെ, അത് എന്തായാലും നല്ലൊരു അവസരമാണ്, പരീക്ഷിച്ച് നോക്കാവുന്നതാണെങ്കിൽ പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, നിയമപരമായിട്ടുള്ളതാണ്, തട്ടിപ്പൊന്നും അല്ലാന്ന് നിങ്ങൾക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അത് പരീക്ഷിക്കുക, ഡെഫിനറ്റ്ലി അത് പരീക്ഷിക്കുക. അതിൽ നിന്ന് പൈസ കിട്ടും എന്നൊരു വിശ്വാസവും നിങ്ങൾക്ക് ഉണ്ടാവണം, നിങ്ങൾ അതിൽ വിജയിക്കും എന്നുള്ളൊരു വിശ്വാസവും നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ ആകുമ്പോഴാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ അത്തരത്തിലുള്ള നല്ല നല്ല അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിച്ച ഒരു മെത്തേഡ് ഉണ്ടാവും, അല്ലെ, രീതി ഉണ്ടാവും, അതിനേക്കാളും വളരെ എളുപ്പത്തിൽ വളരെ വേഗത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക സ്ഥിതിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവര്, നിങ്ങളുടെ സുഹൃത്തുക്കള്, ബന്ധുക്കള് ഒക്കെ ആകാം, അടുത്ത ബന്ധുക്കൾ എന്നാ കേൾക്കണേ, ചില കാര്യങ്ങൾ നിങ്ങളോട് സജസ്റ്റ് ചെയ്യും, ഇന്നത് രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കൂടെ, നല്ലൊരു ഇൻകം കിട്ടാൻ സാധ്യതയുണ്ട്, അവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കിക്കൂടെ, അപ്പൊ അതിനെ എടുത്ത വഴിക്കന്നെ അതൊന്നും വേണ്ട, അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ് അത് വിട്ടുകളയുന്നതിന് പകരം അതൊന്ന് ശ്രമിച്ചു നോക്കുക. അവരാ ചെയ്യുന്ന രീതിയിൽ കൂടെ അവരിൽ നിന്ന് അതിന്റെ വേണ്ടുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നേടിയെടുത്ത് വേണ്ടുന്ന അറിവുകളൊക്കെ സ്വീകരിച്ചതിന് ശേഷം ഒന്ന് പരീക്ഷിക്കുക. മനസ്സിലായോ? അപ്പൊ യൂണിവേഴ്സ് ആ ഒരു രീതിയിൽ, പറയുന്ന രീതിയിലൊക്കെയാണ് നിങ്ങളിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക സ്ഥിതിയിലേക്ക് ഉയരാൻ വേണ്ടുന്ന അവസരങ്ങൾ എത്തിക്കുക. അപ്പൊ അതൊക്കെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. പിന്നെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്യാൻ. അതായത് ഇങ്ങനത്തെ ഓരോ അവസരങ്ങളും വരുമ്പോഴും നിങ്ങൾ പരീക്ഷിക്കേണ്ടതാണെങ്കിൽ, നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കൃത്യമായതും സൈൻ തരും. ഓക്കെ, നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും ആ ഒരു അവസരത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 11 കാണാൻ സാധിക്കും. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രോങ് സൈൻ, അതായത് നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത്
ഒന്ന് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ അവസരം എന്തായാലും ഉപയോഗിക്കണം എന്ന രീതിയിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സൈൻ തരുന്നതാണ്. ആ സൈൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് പരമാവധി ശാന്തമായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ ശാന്തമാക്കി വെക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ കിട്ടുന്ന സൈൻസ് കൃത്യമായിട്ട് അത് ശ്രദ്ധിക്കാനും അതനുസരിച്ച് ആക്ഷൻസ് എടുക്കാനും പറ്റുക. പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, അങ്ങനെ ഒരു അവസരം വരുമ്പോൾ അതിൽ ഫുള്ളി ഫോക്കസ് ചെയ്ത് അതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും എന്ന വിശ്വാസത്തോടെ വേണം അതിനായിട്ട് പരിശ്രമിക്കാൻ. ഓക്കെ, അതിൽ ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്ത് വേണം നിങ്ങൾ പരിശ്രമിക്കാനായിട്ട്. അപ്പൊ പുതിയ കുറെ കാര്യങ്ങൾ പഠിക്കാനൊക്കെ അവസരം കിട്ടുമ്പോൾ അതൊക്കെ പഠിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകുകയും വേണം. എല്ലാത്തിനും മുകളിലായിട്ട് നിങ്ങൾക്ക് ആത്മവിശ്വാസം വേണം. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സാമ്പത്തിക സ്ഥിതി, അതിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും, അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ ഒരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പൊ ചിലപ്പം പൈസ വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ എന്നാൽ ഉള്ളിൽ ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് കൃത്യമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, എൻ്റെ ആ പൈസ ഒക്കെ നഷ്ടപ്പെട്ടു പോയാലോ, ഞാൻ വീണ്ടും ദാരിദ്ര്യത്തിലായാലോ, അല്ലെങ്കിൽ വീണ്ടും എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാലോ, ഞാൻ എന്ത് ചെയ്യും, എനിക്കത് കുറച്ച് നാളത്തേക്ക് വന്ന് എന്നിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്കത് വലിയ നഷ്ടാവില്ലേ, അങ്ങനത്തെ ചിന്തകൾ ഒട്ടും പാടില്ല. ഓക്കെ, അപ്പോൾ ആ പൈസ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക നില അതെന്താണ്, അത് കഴിവതും അതിനെ വളരെ വ്യക്തമായിട്ട് അതിനെ വിവരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനെ മനക്കണ്ണിൽ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അത് കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ എപ്പോഴും മനസ്സിൽ പറയേണ്ടത്, ഇത് എനിക്ക് അർഹതപ്പെട്ടതാണ്, എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ വളരെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എൻ്റെ കയ്യിലേക്ക് വരുന്ന പണത്തിനെ ഇരട്ടിയാക്കാൻ എനിക്ക് സാധിക്കും, അതിനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് നിങ്ങൾ സ്വയം അഫേം ചെയ്ത് ആ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കണം. ഓക്കെ, ഒരുപാട് നെഗറ്റീവ് ചിന്തകളാണ് മനസ്സിലേക്ക് ആദ്യം കടന്നു വരിക, അത് വിട്ടുകളയുക. അതായത് പണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന പണം നല്ലതല്ല, അല്ലെങ്കിൽ ഒരുപാട് പണം കയ്യിലുള്ളത് നല്ലതല്ല, അങ്ങനത്തെ കുറെ പണക്കാരൊക്കെ വളരെ സൂത്രശാലികളാണ്, അങ്ങനത്തെ ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. അതൊക്കെ എന്താ പറയാ, ഒരു നെഗറ്റീവ് തോട്ട്സ്, അനാവശ്യമായ തോട്ട്സ് ആണ്, അത് എല്ലാം ശരിയുമല്ല. ഓക്കെ, അത് ഹെൽത്തി അല്ല. അപ്പൊ അത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഉള്ളിൽ നിന്ന് റിലീസ് ചെയ്യുക. വളരെ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളെയൊക്കെ ഉപയോഗിക്കുക. അപ്പൊ ഈ പറഞ്ഞ പോലെ വിഷ്വലൈസ് ചെയ്യുക, അഫേം ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ആ സബ് കോൺഷ്യസിൽ ആ മാറ്റം കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിച്ചേ തീരൂ. മാത്രമല്ല കൃത്യമായ ബൗണ്ടറി ഇടുക ആളുകളായിട്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കുറച്ച് പണം വരുമ്പോഴേക്കും ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അടുക്കുന്നു, നിങ്ങളിൽ നിന്ന് ആ പണം എടുക്കാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സലിവ് ഉണ്ടാവുകയാണ്, നിങ്ങൾ പൈസ കൊടുക്കുക, അങ്ങനത്തെ ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് മാറ്റി പിടിക്കണം. ആ ഒരു രീതി നിങ്ങൾ മാറ്റണം. കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ എത്ര പണം പോയാലും ഈ പറയുന്ന ആളുകൾ വരും, നിങ്ങളിൽ നിന്ന് പണം കൊണ്ടുപോകും. അപ്പൊ ഫലത്തിൽ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക, ദാനം ചെയ്യേണ്ടത് ദാനം ചെയ്യുക. പക്ഷെ ഇങ്ങനെ ചൂഷണം ചെയ്യാൻ നിൽക്കുന്ന ചില ആളുകൾ ഉണ്ടാവും, അവരൊരു കയ്യകലത്തിൽ തന്നെ നിർത്തുക. അതിൽ നിങ്ങൾക്ക് യാതൊരു മടിയും പാടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ലൈവ് സെഷനോ അല്ലെങ്കിൽ പ്രീ റെക്കോർഡഡ് റീഡിങ്സോ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഓരോ ആഴ്ചയും വളരെ ആകർഷകമായിട്ടുള്ള ഓഫേഴ്സും ഡിസ്കൗണ്ട്സും നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഓഫേഴ്സിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ യൂട്യൂബും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, വാട്സപ്പ് വഴി കണക്ട് ചെയ്യുക. അപ്പോൾ ഈ ഓരോ ഓഫേഴ്സും വരുമ്പോഴും ആ വരുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. നിങ്ങൾ തമ്മിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നോക്കാം, നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. ആദ്യമേ നിങ്ങളോട് പറയണു, നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക സ്ഥിതിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. ഓക്കെ, ആ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് അതിനു വേണ്ടി പരിശ്രമിക്കാൻ സാധിക്കണം. ഒരു മടിയൊന്നും വിചാരിക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു അത്യാഗ്രഹമാണ്, അങ്ങനത്തെ ചിന്തകളൊന്നും പാടില്ല. അത് നിങ്ങൾക്ക് അർഹിക്കുന്നതാണ്, നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഉറച്ച വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് നേടിയെടുക്കുന്നതിന് ഏതറ്റം വരെ പോകാൻ നിങ്ങൾക്ക് സാധിക്കും, അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു വിശ്വാസവും നിങ്ങളിൽ ഉറക്കണം. അതാണ് ആദ്യത്തെ പടി. പിന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലൂടെയാണ് യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുക. ഓക്കെ, ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്, ഏത് വഴിയാണ് പോകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ആ ഇൻറ്റ്യൂഷൻ കൃത്യമായി കേൾക്കുന്നതിന് നിങ്ങൾ കൂടുതൽ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യണം.
അതായത് നിങ്ങളുടെ മനസ്സിനെ സ്വസ്ഥമാക്കി ശാന്തമാക്കി വെക്കുമ്പോഴാണ് നമുക്ക് ഇൻറ്റ്യൂഷനിലൂടെ കിട്ടുന്ന മെസ്സേജസ് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ഒരു കമ്പാരിസൺ, ഓക്കെ, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക, ഒരു കോമ്പറ്റീഷൻ എനർജി അത് പാടില്ല എന്ന് പറയുന്നു. മത്സരബുദ്ധിയോടെ ആകരുത് നിങ്ങൾ പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അവരെക്കാളും കൂടുതൽ അല്ലെങ്കിൽ ഇന്നയാളെക്കാളും കൂടുതൽ പണം വേണം, അങ്ങനെ അല്ല. നിങ്ങൾ അർഹിക്കുന്ന സാമ്പത്തിക സ്ഥിതി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക സ്ഥിതി അതിലേക്ക് എത്തുക. അത് മറ്റുള്ളവരെക്കാൾ കൂടുതലാണോ കുറവാണെന്നൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നെ നിങ്ങളോട് പറയുന്നത് ഓരോ തീരുമാനങ്ങളും ഈ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോ തീരുമാനങ്ങളും ചെലവിനെ സംബന്ധിച്ചിട്ടൊക്കെ ആണെങ്കിലും എടുക്കുമ്പോൾ വളരെ എടുത്ത് ചാടി തീരുമാനങ്ങൾ എടുക്കരുത്. നല്ലവണ്ണം ആലോചിച്ചിട്ട്. പണത്തിനെ കുറിച്ച് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരിക്കലും എന്താ പറയാ മുന്നും പിന്നും നോക്കാണ്ട് ഓക്കെ പറയാ, അത് ചെയ്യരുത്. കൃത്യമായി ആലോചിക്കുക. അത് അങ്ങനെ ഇപ്പൊ പണം ചെലവാക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ഈ പണം ചെലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും വേറൊരു വലിയ ചെലവുണ്ടെങ്കിൽ അതിനത് ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കൃത്യമായി നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനിക്കുക. അപ്പൊ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു തീരുമാനവും പണവുമായി ബന്ധപ്പെട്ട് എടുക്കുമ്പോൾ വളരെ സ്വസ്ഥമായ മനസ്സോടെ ഇരുന്നു കൊണ്ട് വേണം എടുക്കാൻ. മറ്റുള്ളവർ പറയുന്നത് കേട്ട് അതുപോലെ തന്നെ അവർ പറയുന്ന അതേ തീരുമാനത്തിൽ യോജിക്കുക, അല്ലെങ്കിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കുക, അത് പാടില്ല. ഓക്കെ. പിന്നെ ഒരു ഡിസിപ്ലിൻ വേണം. പൈസ ചെലവാക്കുന്നതിലും ഒക്കെ ഒരു ഡിസിപ്ലിൻ, ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാകണം. കുറച്ച് പണം കൂടുതൽ വരുമ്പോഴേക്കും ഒരുപാട് എന്താ പറയാ ഒരു നിയന്ത്രണമില്ലാതെ ചെലവ് ചെയ്യുന്ന ടെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം. അത് കൃത്യമായൊരു ബഡ്ജറ്റ് വെക്കുക. ഓരോ കാര്യങ്ങൾ നടത്തുന്നതിന് ഇത്ര ബഡ്ജറ്റ് എന്നുള്ളത് മാറ്റി വെക്കുക. അതിനുള്ളിൽ തന്നെ ചെലവിനെ നിർത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ മാസം ഒരു ചെറിയ തുകയാണെങ്കിൽ പോലും അത് സേവ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. അങ്ങനെ പണം നിങ്ങളുടെ കയ്യിലുള്ള പണം ഇരട്ടിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക. പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് പോലുള്ള കാര്യങ്ങൾ കണ്ടെത്തുക. അതിനെക്കുറിച്ച് നല്ലവണ്ണം പഠിക്കുക. ഓക്കെ. നല്ലവണ്ണം പഠിച്ചിട്ട് അതിനായിട്ട് പരിശ്രമിക്കുക. അത് ഫോളോ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്, നിങ്ങളുടെ കയ്യിൽ അതിനുള്ള പൈസ മാസം വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ തുടങ്ങുക. ഓക്കെ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ടെൻഷൻ. പണത്തിനെ കുറിച്ച് എന്ത് പറയുമ്പോഴും, പണം കിട്ടുമ്പോഴും ടെൻഷൻ, പണം ചെലവാക്കുമ്പോഴും ടെൻഷൻ, അങ്ങനത്തെ ഒരു സ്ഥിതി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റണം. ഓക്കെ. പ്രത്യേകിച്ച് കൂടുതൽ പണം കയ്യിൽ വന്നാൽ കയ്യിൽ നിന്ന് പോവോ എന്നുള്ള ഒരു പേടി. ഓക്കെ. പണം ചെലവാക്കുമ്പോൾ അയ്യോ പണമൊക്കെ തീരുവോ എന്നുള്ള പേടി, അത് പാടില്ല. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഏതൊരു ആവശ്യത്തിനും വേണ്ടുന്ന പണം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും എന്നൊരു വിശ്വാസമാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത്. നിങ്ങൾ അത് എത്രത്തോളം വിശ്വസിക്കുന്നു, പതുക്കെ നിങ്ങളുടെ റിയാലിറ്റി ആ രീതിയിലേക്ക് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ. അപ്പൊ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ പിശുക്ക്, ഓക്കെ, ഈ പൈസ ചിലപ്പോൾ ഒരുപാട് ഉണ്ടാവും, നിങ്ങൾക്ക് ചെയ്യാവുന്ന ചെലവുകളായിരിക്കും. പക്ഷെ ഈ പൈസ ചെലവാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു പോയാലോ എന്നുള്ള ഒരു ചിന്തയോടുകൂടെ പണം കൂടും തോറും പിശുക്ക് കൂടുന്ന ടെൻഡൻസി ഉണ്ടെങ്കിൽ അതും മാറ്റണം. ആവശ്യമായ ചെലവുകൾ നടത്തിയേ തന്നെ പറ്റുള്ളൂ. ഓക്കെ. അതിനാണ് നിങ്ങൾക്ക് ഈശ്വരൻ പണം തരുന്നത്. അപ്പൊ അതിനനുസരിച്ച് ജീവിതത്തിൽ വരുത്താവുന്ന മാറ്റങ്ങളെ കൊണ്ടുവരിക. ഓക്കെ. ജീവിത രീതിയിൽ പുരോഗതികൾ കൊണ്ടുവരിക. അല്ലാതെ പഴയതിനേക്കാളും കഷ്ടമായ രീതിയിൽ ജീവിക്കുക, ആ പരിപാടി പാടില്ല പണം കൂടുമ്പോൾ. ഓക്കെ. അതും നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു നിയന്ത്രണം ഉണ്ടാകണം എന്നാണ് പറയുന്നത്. ചെലവാക്കുന്ന കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ സേവ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരു ഹെൽത്തി ആയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിവ് നേടണം എന്നാണെങ്കിൽ ആ ഒരു സ്കേഴ്സിറ്റി, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ മാറി ആ ഒരു പണം സമ്പാദിക്കുന്നതിന് ഏതൊക്കെ മാർഗങ്ങളാണുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അറിവില്ല എന്ന് വിചാരിക്കുക. അത് നിങ്ങൾക്ക് ബാങ്കിലൊക്കെ പോയി അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ. അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കി ഒരുപാട് ചാനലുകളുണ്ട് ഈ ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച് മാത്രം നമുക്ക് പറഞ്ഞു തരുന്ന, അതിന്റെ എന്താ പറയാ ഓരോ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിനെയും കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ഗുണങ്ങൾ ദോഷങ്ങൾ എല്ലാം പറഞ്ഞു തരുന്ന, അതിൽ എത്രത്തോളം റിസ്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരുപാട് ചാനലുകളുണ്ട്. ഓക്കെ. ലെജിറ്റ് ആയിട്ടുള്ള ചാനലുകളുണ്ട്. അതില് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടുന്ന സാമ്പത്തികമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകൾ നിങ്ങൾ നേടിയെടുക്കുക. ഓക്കെ. അപ്പൊ അതിന് നിങ്ങൾ എപ്പോഴും അങ്ങനത്തെ ഒരു അവസരം കിട്ടുമ്പോൾ നിങ്ങൾ അത് കൃത്യം ഉപയോഗിക്കണം. ചിലപ്പോൾ ആരെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ പരിചയപ്പെടുകയാണ്, അപ്പൊ അവർ ഈ ബാങ്ക് പോലുള്ള സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരോട് സംസാരിക്കുക ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ. അപ്പൊ അവർക്ക് അത് പറഞ്ഞു തരാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇങ്ങനെ ഒരു ചാനൽ നിങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയാ ഇന്റർനെറ്റിലൊക്കെ നോക്കുമ്പോൾ
ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ കാണുന്നു ഈ ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ച്, സേവിങ്ങിനെ സംബന്ധിച്ച്, എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കാം എന്നതിനെ സംബന്ധിച്ചിട്ടൊക്കെ ഒരു ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ഒക്കെ കാണുമ്പോൾ അത് കാണാനും അതിൽ നിന്ന് അറിവ് നേടാനും നിങ്ങളൊരു ഉത്സാഹം കാണിക്കണം. ഓക്കെ, അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സാമ്പത്തിക സ്ഥിതിയിലേക്ക് നിങ്ങൾ ഉയരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ലൈവ് സെഷനോ അല്ലെങ്കിൽ പ്രീ റെക്കോർഡഡ് സെഷനോ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓരോ ആഴ്ചകളിലും നമ്മൾ ആകർഷകമായിട്ടുള്ള ഓഫറുകൾ നൽകുന്നുണ്ട്. അപ്പോൾ മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വാട്സപ്പിൽ കണക്ട് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഓഫറിനെ കുറിച്ചൊക്കെ കൃത്യമായി അറിയാനായിട്ട് സാധിക്കുള്ളൂ. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകൾ നേരാണ്. താങ്ക് യു.